धर्मप्रजा संबंध അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പെട്ടെന്ന് ഓട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിന്ദു ചേച്ചിയും വല്യമ്മയും എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ, ഹേമ ചേച്ചി, അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും സദ്യ കഴിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, കഴിക്കുക, കഴിച്ചതിന് ശേഷം യാത്ര അയച്ചതിന് ശേഷം നമ്മൾ അവരവരെ വീട്ടിൽ പോവും. ദെൻ അത് കഴിഞ്ഞിട്ട് അടുക്കള കാണാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതാണ് ചടങ്ങ്. അപ്പോൾ അതാ നമ്മുടെ സദ്യത ഇങ്ങനെ വിളമ്പുകയാണ്. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടോടുകൂടി ചോറും പരിപ്പ് കറിയും കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൂട്ടി കുഴച്ച് കഴിക്കുന്നത് ഒരു വൈബാണ് കേട്ടോ. പ്രത്യേകിച്ച് അനിയത്തിയുടെ കല്യാണത്തിനും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ മധുരം കൂടും. അപ്പോൾ ഇതാ നമ്മൾ കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. ആൻസിന്റെ ഫോൺ എനിക്ക് തന്നു, വ്ളോഗ് എടുക്കാൻ തന്നവൻ ആൻസ് തന്നു. മുടി ഇത്ര ഒതുക്കുണ്ടായിരുന്നു തന്നെ. ഇനി അടുത്ത ഒരു ചടങ്ങാണ് പാലും പഴവും നമ്മുടെ ചെക്കനും പെണ്ണിനും കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ്. അതിപ്പോൾ എല്ലായിടവും ഉള്ളതാണ് കേട്ടോ. ചിലയിടത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ അതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ഇനി അതിന് ശേഷമുള്ള ചടങ്ങുകൾ നമുക്ക് കാണാം കേട്ടോ. യാത്രയയപ്പാണ്. നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും അവൾക്ക് നല്ലൊരു യാത്രയയപ്പ് നൽകുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. നമ്മുടെ കസിൻസ്, അമ്മമാരും എല്ലാവരും ചേർന്ന് കൊടുക്കുകയാണ്.
അങ്ങനെ അനുഗ്രഹം വാങ്ങലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ്. കസിൻസും എല്ലാവരും എന്താണോ ബ്രൈഡിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം കൊടുക്കാനായിട്ട് പറയുകയാണ്, കാരണം ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ വീട്ടിൽ കയറണം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൊടുത്തതിന് ശേഷം ഇറങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്, കാരണം ഇങ്ങനെ നമുക്ക് ഇറങ്ങുമ്പോൾ എത്രയായാലും ഒരു സങ്കടം കാണുമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, വിഷമം തന്നെയാണ്, പിന്നെ ഒരു സന്തോഷവും. വെട്ട് കേക്കാണ് ചേച്ചി, പറഞ്ഞോ, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. പറഞ്ഞോ, ദുബായിലുള്ള വെട്ട് കേക്ക് അപ്പം ഇറങ്ങിയാണല്ലേ, ഇനി അടുത്ത വർഷം കാണാം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ അടുക്കള കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് ഒരു സ്ഥലത്ത് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്, അതായത് പെൺവീട്ടുകാരുടെ ഇതായിട്ട് ബസ്സുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വാവ കുറച്ച് പിണക്കത്തിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തു. നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ്സിന് വേണ്ടിയിട്ട്, ബസ് എത്തിയിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, സാരിയാണ്, സിമ്പിളായിട്ടുള്ള സാരി. എൻ്റെ ഈ സാരി ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സാരിയാണ്, എനിക്ക് ഭയങ്കര സ്യൂട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ബസ് വന്നു. പിന്നെ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു, എല്ലാവരും കിടന്ന് ഭയങ്കര അടിയല്ല എന്ന് വെച്ചാൽ അതായത് ഈ ഒരു കാണുന്ന വൈബായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്നാന്നുള്ള ഒരു ഇതിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു, ഡാൻസ് കളിച്ചു, അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റൈലൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ കളിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ബാക്കിലുള്ളവരും ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇപ്പോഴൊക്കെയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത കല്യാണം ഇനി ആരുടെ കല്യാണമാണ്, കാരണം ആ ഒരു സമയത്ത് കളിക്കാനുള്ള മൂഡുണ്ടെങ്കിൽ നമ്മൾ കളിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡാൻസൊക്കെ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ പാട്ട് ഓൾറെഡി എന്തൊക്കെയോ നമ്മൾ പറയുന്ന പാട്ടൊക്കെ അയാൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ആമിക്കുട്ടി ഭയങ്കര പിണക്കത്തിലാണ്, അവൾ എന്തോ ഒരു വിഷമത്തിൽ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മക്കളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ ഒരു വിഷമമുണ്ട് അവൾക്ക്. അങ്ങനെ അവൾ ആ ഒരു സാഡ് മൂഡിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ ആളങ്ങ് ഓക്കെ ആയി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ നമ്മുടെ മിയക്കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, കളിക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഇതിൽ ഇരിക്കുകയാണ്. വ്ളോഗ് എടുക്കുന്നു എന്നൊക്കെ മനസ്സിലായി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തു കേട്ടോ. നമ്മുടെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു ബ്ലോക്കിൽ എന്തോ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ ബാക്കിൽ നിന്ന് ആൾക്കാർ കളിക്കുന്നതൊക്കെ കാണാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിതാ പെണ്ണിൻ്റെയും ചെക്കൻ വീട് കാണാനായിട്ട് വന്നു. ഇതാ ഇപ്പോൾ മണ്ഡപത്തിലിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലാണ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ചായിട്ട് എടുത്തു. പിന്നെ ഗുലാബ് ജാമുൻ, എൻ്റെ ഫേവറേറ്റ് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മുടെ കസിൻസിനെയൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫുഡൊക്കെ എടുക്കുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫസ്റ്റ് നമ്മൾ പെണ്ണിനെയും ചെക്കനെയും കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്നു. അപ്പോൾ വൈകിട്ട് അവളിട്ടിരുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഈ ഒരു മഞ്ഞ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കോമ്പിനേഷൻ, യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനും. ചേട്ടൻ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു മെറൂൺ ജുബ്ബ, അതും പിന്നെ മുണ്ടും, അതാണ് ഉടുത്തിരുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്, രണ്ടുപേരെയും ഒരു എന്താ പറയുക, നല്ലൊരു ലുക്കായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവളുടെ സാരിയുടെ കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുപോലെ അവൾക്കും ചേരുന്നുണ്ട് നന്നായിട്ട്. പിന്നെ അങ്ങനെ ചെറുതായിട്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമൊക്കെ ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇനി എന്നാണ് എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അവളുടെ വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കെട്ടും പടക്കയൊക്കെ കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്, കാരണം നമുക്ക് പോകാനുള്ള സമയമായി. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു സംഭവം ഉണ്ടായി, അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ബസ്സിൽ കയറിയപ്പോഴാണ് അവൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ആ ഒരു സീന് കണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോഴൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ, അത് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി.
പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഓരോ ലൈഫിൽ നമ്മൾ പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് കുറേ പേരെ നമുക്ക് മാറ്റേണ്ടി വരും, കുറേ പേരുമായിട്ട് നമുക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷേ പിന്നെ അതുമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമ്മളെ ലൈഫ് മാറും, ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, ഫാമിലിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.